ഹോസ്റ്റലിലൊന്നും അധികം അങ്ങനെ നിന്നിട്ടില്ലേ? ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ, അതും വാർഡൻ മേഡത്തിന്റെ കൂടെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു കിട്ടും. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു. ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതി ക്യാമറയിൽ നോക്കിയിട്ട് അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, കുട്ടി ടാങ്ക് എന്ന് വിളിച്ചത് എനിക്ക് ഭയങ്കര നാണക്കേടായി പോയി, പുറത്തെൻ്റെ മൂത്ത മകനുണ്ട്, അവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ അവൻ എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്ന തരത്തിലൊക്കെ രേണു വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ഓൾറെഡി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അക്ബർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം ഷോയിൽ നമ്മൾ ഇത് 100 ദിവസവും ഇതും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗെയിമാണുള്ളത്? ഇവരെ തന്നെ ആൾക്കാർ വെറുക്കത്തല്ല ഉള്ളോ? അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിക്കായിട്ട് ഈ ഒരു കാര്യത്തിന് വന്ന് മാപ്പ് പറഞ്ഞു. പിന്നെയും ഇവർ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, പുറത്തെൻ്റെ മൂത്ത മകന് നാണക്കേടാകുമെന്ന്. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ. അപ്പോഴെങ്ങും തോന്നാത്ത ഒരു നാണക്കേടാണോ ഇപ്പം തോന്നുന്നത്? അതായത് അന്ന് ഇവർക്ക് ഈ ഒരു മൂത്ത മകൻ ഉണ്ട് എന്നുള്ളൊരു വീണ്ടും വിചാരമില്ലായിരുന്നോ? അന്ന് ഇവർ കുറേ ഫോട്ടോഷൂട്ട് നടത്തുന്നു, പിന്നെ കല്യാണം കഴിക്കുന്ന എന്തൊക്കെയോ വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നു. അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കിച്ചുവിന് വിഷമവും സങ്കടവും ഒന്നും വരത്തില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയപ്പം അതും പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കുക. ബിക്കോസ് അതേ ഉള്ളൂ ഇവർക്ക് കണ്ടന്റ്, വേറെ കണ്ടന്റ് ഇവർക്ക് ഇല്ല. അതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നേനെ, പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ലോകരുടെ എല്ലാവരും മുന്നേ ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. സത്യമായിട്ട് ഞാൻ ആ നെവിൻ പറയുന്നത് തമാശയ്ക്ക് പറയുന്ന പോലെ ഉരുകിയെന്നല്ല, ഞാൻ ഉള്ളു നീറിപ്പോൾ. എൻ്റെ മൂത്ത മോൻ അറിവുണ്ട്. കേട്ടില്ലേ? അതായത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനകത്ത് നമുക്കെല്ലാവർക്കും അതിന് വിയോജിപ്പുണ്ട്. നമ്മളെല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം പിന്നെ ഇവരിങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എന്തിനാ? അതെന്തോ വലിയ ഒരു അപരാധം എന്നുള്ള രീതിയിൽ ഇവർ തിരിച്ച് വേട്ടപ്പെട്ടി എന്നല്ലേ വിളിച്ചത്. അത്ര നല്ല പേരം കാണുവാണോ? അതും പോട്ട് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ അനീഷിനെയൊക്കെ അപ്പി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവരിതും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്, വെറുതെ ഓരോ സിമ്പതി കാർഡ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവനും അവൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. ബിഗ് ബോസ് ഉണങ്ങുന്നില്ല, അത് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് കൂടി വരുവാണ്. ഇവരുടെ വിചാരം എന്താണ്? ഇത് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ പിടിച്ച് പുറത്താക്കുമെന്നാണോ? ഒരിക്കലും ഇല്ല. അതിനു വേണ്ടിയുള്ള തെറ്റൊന്നും അയാൾ ചെയ്തിട്ടൊന്നുമില്ല. ഇത് നോർമലി ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കാൻ പറഞ്ഞപ്പം അയാളുടെ രീതിയിൽ ഒരു പേര് വിളിച്ചു. പക്ഷേ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ ഇവിടെ രേണു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് എൻ്റെ മൂത്ത മകൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ എന്താവുമെന്ന്. രേണു പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന്. അന്നേരം അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന് അവന് സങ്കടവും വിഷമവും ഒന്നും വരത്തില്ലേ? അഥവാ അവൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് സങ്കടമോ വിഷമോ എന്തുണ്ടെങ്കിലും അവൻ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയത്തില്ല. അവനത് മാക്സിമം കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. അത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ബിക്കോസ് അവന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തോ ചെയ്യാനാ? എനിക്ക് ക്ഷമിക്കാം. അത് തന്നെയല്ല, മിഡ് ഡേ വിഷൻ വന്നു. ആളുടെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞതാണ് കൺവിൻസ് ചെയ്യണമെന്ന്. മിഡ് ഡേ വിഷൻ വന്നപ്പോഴും ആൾ എൻ്റെ പേര് കുത്തി. ഇത്രയും പേര് എൻ്റെ പേര് കുത്തിയാലും എനിക്ക് അത്രയും വിഷമം വരത്തില്ല. പക്ഷെ അവിടെ പോലും അയാൾ എന്നെ പുറത്താക്കാൻ അല്ലെങ്കിൽ മിഡ് ഡേ വിഷനിലാക്കാനാണ് നോക്കിയത്. എല്ലാവരും വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ്. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കാനല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയിരിക്കുന്നത്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കപ്പടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളിവിടെ അവരെന്നെ കുത്തി ഇവരെന്നെ കുത്തി എന്നെ പുറത്താക്കാൻ നോക്കി എന്നെ എവിക്റ്റ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുന്നതിനകത്തോട്ട് എന്ത് ലോജിക്കുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ രേണുസുതിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ എന്താണെന്ന് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. പുള്ളിക്കാരത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. പുള്ളിക്കാരി വണ്ടടിച്ച് നടക്കുവാണ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയണം ഒന്നും അറിയത്തില്ല. ആകെ ഉള്ളത് ഇമാതിരി പരിപാടിയാണ്. കിച്ചുവിൻ്റെ പേര് പറയുക, കുറച്ച് സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്ന് കരയുക. ഇതൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. ഒന്നാമത്തെ കാര്യം, നാക്കെടുത്ത് കഴിഞ്ഞാൽ കള്ളത്തരേ പറയത്തുള്ളൂ. ലാലേട്ടൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതിനകത്തൊരു ഉഗ്രം കള്ളത്തരം പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പോണോ വീട്ടിൽ പറയുന്ന കേട്ടല്ലോ, പറഞ്ഞു. വെറുതെ പറയാണോ അതോ? അല്ല, ഹോസ്റ്റലിലൊന്നും അധികം അങ്ങനെ നിന്നിട്ടില്ലേ? ഞാൻ ഹോസ്റ്റലിൽ അധികം ഒന്നും നിന്നിട്ടില്ല എന്ന്. അതായത് രേണുസുതി ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല, ഇവിടെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പിടിച്ച് ഇനിപ്പിച്ചിട്ട് ചോദിച്ചതാണ് വീട്ടിൽ പോകണോ ഇല്ലയോ എന്ന്. അപ്പോഴത്തേക്ക് രേണു കൊടുത്ത മറുപടിയാണ്, ഞാൻ ഹോസ്റ്റലിലൊന്നും അധികം ഒന്നും നിന്നിട്ടില്ല ലാലേട്ട എന്ന്. ഇനി ഇവരുടെ മറ്റേ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്കിനകത്ത് ഇവർ പറഞ്ഞ ഡയലോഗും ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. എന്തായാലും ഇത് ബാക്കി കേൾക്കാം. പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും. അപ്പൊ ആ ഒരു ഫീൽ ചെയ്ത്. അത് ശരി, അപ്പൊ അതിനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഒരു ജോലി കിട്ടിയിട്ട് ലീവ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാണോ?
കേട്ടല്ലേ, ഇതായിരുന്നു രേണുസുതി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളായിരുന്നത്. ഇനി ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരത്തി പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. വർഷം പുറകെ 2008, 2009 കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്തിന്റെ മോളും ഉണ്ടായിരുന്നു, പപ്പയുടെ അനിയന്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങ് ഞാൻ ഓർത്ത് ബാംഗ്ലൂർ കാണാതെ അടിച്ചു പൊളിക്കാലോ എന്ന് ഓർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പത്തേന് വർഷത്തിൽ 1 മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് അറിഞ്ഞു. ടീം അന്നേരം തന്നെ തീർന്നു, ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കേട്ടല്ലോ, അതായത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയ സംഭവമാണ് പറഞ്ഞു വരുന്നത്. അവിടെ ചെന്നപ്പം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലീവ് ഉള്ളെന്ന് പറഞ്ഞോളന്ന്. ഇനി അതും പോരാഞ്ഞിട്ട് അവിടെ ഏകദേശം 1 വർഷത്തോളം നിന്നുവെന്നും ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. ആകെയുള്ള നോക്കിയ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വെളി ഇറക്കത്തില്ല. അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ, അതും വാർഡൻ മേഡത്തിന്റെ കൂടെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു കിട്ടും. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു. കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോ തന്നെ ബ്ലഡ് കാണണം. പിന്നെ എനിക്ക് ഈ സ്റ്റിച്ച് ഒക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത അങ്ങനെ. അത് ശരി, നഴ്സിംഗിന് പിന്നെ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്? ഇതെല്ലാം കാണേണ്ടി വരത്തില്ലേ? പിന്നെ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഹോട്ടൽ മാനേജ്മെന്റാണെന്ന് വിചാരിച്ചോ? ഏകദേശം 1 വർഷത്തോളം പുള്ളിക്കാരത്തി അവിടെ നിന്നിട്ടുണ്ടെന്ന് ഇതിനകത്തൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നാക്കെടുത്ത കള്ളത്തരേ പറയത്തുള്ളൂ. ലാലേട്ടൻ്റെ മുന്നിൽ വരെ വന്നിരുന്ന് കള്ളത്തരമാണ് പറയണത്. ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു സ്ത്രീയെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. നിലപാടെന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് അന്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരെന്തോ വലിയ സംഭവമാണ്, ഇവരെ നമ്മൾ കടന്നാക്രമിക്കുന്നു എന്നൊക്കെ. രേണുവിനെ പറ്റിയിട്ട് പല ആൾക്കാർ പല എവിഡൻസോടെ കൂടിയിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞപ്പോഴും അതിനകത്തോട്ടൊന്നും ആവശ്യമില്ലാതെ നമ്മൾ കടന്നു കയറി ആക്രമിക്കേണ്ട എന്നുള്ള രീതിയിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ രേണു സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങളെല്ലാവരും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളത്, അന്നും ഇന്നും എപ്പോഴും. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയുന്നു, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇത്രയും നാൾ കിട്ടിയ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് മാറ്റി ഇവർക്ക് അത് പോസിറ്റീവ് ആക്കാൻ പറ്റും. പക്ഷേ അതിന് ഇവർ മനസ്സ് വെക്കണം. അങ്ങനെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ നല്ലതാണ്. അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നല്ല രീതിയിൽ കണ്ടന്റും കൊടുത്ത് നല്ലോണം ഗെയിം കളിച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവും. അല്ലാതെ രേണുവിനോടെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. രേണു കാണിക്കുന്ന ഇമാതിരി കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്കലി യോജിക്കാൻ പറ്റാത്തത്. ഇനി കഴിഞ്ഞ ദിവസം കാളി എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. തിയേറ്ററിലെങ്ങാണ്ട് പുള്ളിക്കാരത്തി പടം കാണാനായിട്ട് വന്ന സമയത്ത് ഈ രേണുസുതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി കൊടുത്ത മറുപടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ മക്കളുടെ കയ്യിൽ ആരുടെ ആയിക്കോട്ടെ, മറ്റൊരാളുടെ ആണെങ്കിൽ പോലും ഏറ്റെടുത്ത ആ മക്കളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ പയ്യൻ എന്താ പറയുക, ഞാൻ പലപ്പോഴും റീൽസ് പോലെ കാണാറുണ്ട്. ആ പയ്യൻ അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരുടെ മക്കളായിക്കോട്ടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന്. ഇവിടെ രേണുസുതിയുടെ കൂടെ പോയി താമസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലെന്നാണ് ആ ഒരു പയ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ തനിച്ചാക്കാൻ പാടില്ല. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അച്ഛനും പോയി അമ്മയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സമയത്തും നമുക്ക് സപ്പോർട്ട് കിട്ടും. ടീനേജ് ആണെങ്കിൽ ശരി, രണ്ടും ഡിഫറെൻ്റ് ഏജാണ്, മനസ്സിലായില്ലേ? ആ ഏജിലൊക്കെ ഒരുപാട് സങ്കടം പറയാനുണ്ടാവും. അതായത് കിച്ചു എന്ന് പറയുന്ന സുധിയുടെ മൂത്ത മകനെ കൂടെ ചേർത്ത് പിടിക്കാത്ത ഈ വ്യക്തിയാണ് വന്നിരുന്ന് പറയണത്, എൻ്റെ മകൻ പുറത്ത് ഇതൊക്കെ കാണുമ്പം അവൻ എന്ത് ചിന്തിക്കും, അവന് ഭയങ്കര വിഷമം ഉണ്ടാവത്തില്ലേ എന്ന്. പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടി എന്മാരി പരിപാടിയാണെന്നുള്ളൊരു ബോധം പോലും അവർക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. പിന്നെ ആ കുട്ടികൾക്ക് വേറെ പാരൻസ് അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ളതിൻ്റെ പേര് കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചാലും ഞാൻ എൻ്റെ മക്കളെ എന്താ പറയുക, എൻ്റെ ജോലി ചെയ്യണ കൂലി, അതായത് എനിക്കൊരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 5000 രൂപയിൽ 4500 എൻ്റെ പാരൻസിന് കൊടുത്തിട്ട് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി വീണ്ടും 500 രൂപ ഇറങ്ങണ ആളാണ് ഞാൻ. സിമ്പതിക്കാരുടെ ഇറക്കി കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മടുക്കും. അത്രയേ ഉള്ളൂ. ഈ സിമ്പതി കാർഡ് ഉണ്ടല്ലോ, അതൊന്നും അധികം നാൾ നിൽക്കത്തില്ല, നിലനിൽപ്പില്ല. അതൊക്കെ വെറും ടെമ്പററി ആണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആരും അത് മൈൻഡ് ചെയ്യാതെ വരും. അനാവശ്യമായിട്ട് സിമ്പതി വർക്കൗട്ട് ചെയ്തിട്ട് ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങളെ ആൾക്കാർ വെറുക്കത്തേ ഉള്ളൂ. ഇപ്പം കുറച്ച് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഗ്രാജുവലി ആ ഒരു സപ്പോർട്ടും ഇല്ലാതെയായി മാറും. അതായിരിക്കും ഇവരുടെ ഒരു കേസിൽ നടക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ ഷോയെ അനുസരിച്ച് ഈ ഒരു സീസണിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നില്ലെങ്കിൽ അവർ നൈസായിട്ട് എടുത്ത് വെളിക്കളയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. സിമ്പതിക്കാരുടെ ഇറക്കി ഒരാളുടെ അടുത്ത് ചെന്ന് കൈ നീട്ടരുത്. അത് തെറ്റ്. അത് രേണുന്നല്ല, ഒരു പെണ്ണിനെയും സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കരുത്. ഒന്ന് ആ വയറ്റിൽ നിന്നാണ് ഒരാണ് തന്നെ, പെണ്ണാണെങ്കിൽ ആണ് തന്നെ ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഗർഭപാത്രമുള്ള ഒരു പെണ്ണിനാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ടുള്ള സാധനം വേസ്റ്റ് കുഴി ആക്കിയെങ്കിൽ അത് ശരിക്കും വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ അതായിരിക്കാം കാണുക. കാരണം അവരും വേസ്റ്റ് കുഴിയാണ്, ശരിക്കും പറഞ്ഞാൽ അവനൊരു വേസ്റ്റ് കുഴിയാണ്. കേട്ടല്ലോ, പുള്ളിക്കാരത്തി രണ്ട് സൈഡും വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം. അതായത് മക്കളെന്നൊക്കെ വായും കൊണ്ട് നമ്മൾ പറയുമ്പം അവരെയൊക്കെ കൂടെ ചേർത്ത് പിടിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ വെറുതെ
നമുക്ക് വോട്ട് കിട്ടാനും നമുക്ക് ആൾക്കാരുടെ പ്രീതി പിടിച്ച് പറ്റാനും വേണ്ടിയിട്ട് എൻ്റെ മകൻ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് ഇതുപോലെയുള്ള കാർഡിറക്കി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.